ആ കോമഡി പറയാൻ വരുന്നത് നമുക്കതങ്ങ് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആയിരിക്കും. വഴി ഭയങ്കര ക്ലാസ് ഫിറ്റായിരിക്കും അത്. നമ്മള് യുദ്ധത്തിലാണ്. യുദ്ധത്തിൽ നമ്മുടെ സോഫ്റ്റ് ഫീലിങ്സ് ഇല്ല. മുടി ചെയ്യുന്ന കാര്യത്തില് കുഞ്ഞു മുടിയൊന്ന് ഇങ്ങനെ നിറ്റ ചെയ്യും, പക്ഷെ കണ്ണാടി നോക്കത്തില്ല. സെക്കൻഡ് ഇമ്മ്യൂണോതെറാപ്പിക്ക് എൻ്റെ കസിൻ സംഭവിച്ചു. അതായത് പുള്ളി ചിരി നിർത്തി, പുള്ളി ചിരിക്കാതെ ജീവിതം ഉണ്ടായിട്ടില്ല. അപ്പയുടെ വേന ഉണ്ടോന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇല്ല, കുഞ്ഞ് മരിച്ചപ്പോൾ ഒരു 3 ദിവസം മുമ്പേ എനിക്ക് പ്രാർത്ഥിക്കാൻ മേലാതായി. ശരീരം പോയി, മനസ്സും പോയി, ആത്മാവും പോയി, ഒന്നും എനിക്ക് പറ്റുന്നില്ല. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് അപ്പയുടെ ജീവിതം. ആ 3 ദിവസം TV ഓഫാക്കാതെ കണ്ടത്. TV ഓഫാക്കാതെ എന്നോട് 1-2 ചാനലുകാർ പറഞ്ഞു അവർക്ക് വേറൊരു പരസ്യത്തിലോട്ട് മാറാൻ പറ്റത്തില്ലായിരുന്നു, ഗ്യാപ്പില്ലായിരുന്നു. ബിക്കോസ് അപ്പത്തേക്ക് ഭയങ്കരമായിട്ട് റേറ്റിംഗ് വ്യൂവേഴ്സ് കുറഞ്ഞു പോകുമായിരുന്നു. നമസ്കാരം. ഉമ്മൻചാണ്ടി കേരളത്തിന് നൽകിയത് ഒരു അപ്പന്റെ കരുതലായിരുന്നു, ഒരു സഹോദരന്റെ തണലും സ്നേഹവുമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽക്കൂട്ടിൽ ഭുജാതനായ ലോകരക്ഷകനായ യേശു ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും എളിമയുടെയും മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ജനകീയനായ നേതാവ്. ആരോടും കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കാതെ ജാതി മത പാർട്ടി ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യ സ്നേഹി. പടയാളികളുടെ എസ്കോട്ടില്ലാതെ ജനങ്ങളുടെ എസ്കോട്ടിൽ സഞ്ചരിച്ച രാഷ്ട്രീയ നേതാവ്. വിശേഷണങ്ങൾ ഏറെയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന്. വിശേഷ അവസരങ്ങൾ അല്ലെങ്കിൽ ആഘോഷ ദിവസങ്ങൾ എന്തുമായിക്കോട്ടെ, ഉമ്മൻചാണ്ടി സാറിന്റെ ആഘോഷം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു സാന്നിധ്യമായിരുന്നു. ആൾക്കൂട്ടത്തിനൊപ്പം നടന്ന് ആൾക്കൂട്ടത്തിൽ അലിഞ്ഞ് ഇല്ലാതായ ഉമ്മൻചാണ്ടി സാറിന്റെ വേർപാടിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. സാറിന്റെ സ്മരണകൾ പങ്കുവയ്ക്കുവാൻ, നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാറിന്റെ പ്രിയ പത്നി മറിയാമ്മ ഉമ്മൻ, ഒപ്പം തന്നെ മൂത്തമകൾ മറിയം ഉമ്മൻ, ഒപ്പം കൊച്ചുമകൻ എഫിനോവ എന്നിവരാണ്. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കുഞ്ഞുഞ്ഞിന്റെ ക്രിസ്മസ് എന്ന ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സ്വാഗതം. പ്രത്യേകിച്ച് 45 വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞില്ലാത്ത ആദ്യത്തെ ഒരു ക്രിസ്മസ്, കുഞ്ഞിന്റെ പ്രിയപ്പെട്ട വാവയായിരുന്നു അങ്ങ്. ഈ ഒരു അവസരത്തിൽ ആദ്യത്തെ ഒരു ക്രിസ്മസ് 45 വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ കൊണ്ടാടുമ്പോൾ എത്രത്തോളം സാറിനെ അങ്ങ് മിസ് ചെയ്യുന്നുണ്ട്? മിസ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് വല്ലാത്തൊരു ശൂന്യത ഉണ്ടാക്കിയിട്ടുണ്ട്. കുഞ്ഞവിടെ എപ്പോഴും ഒന്നും കാണത്തില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും, ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ അമ്മയുടെ അപ്പൻ്റെ സ്ഥാനത്ത് നോക്കിയിരുന്നെങ്കിലും, എന്നെ പൂർണ്ണ വിശ്വാസം ആയിരുന്നെങ്കിലും 100ക്ക് 110 വിശ്വസ്തയോടെ ഞാൻ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര തിരക്കാണ് ഞാൻ അപ്പം വിളിച്ച് ഇങ്ങനെ എന്നും പറയും. പക്ഷെ 1-2 വാക്ക് കേൾക്കുന്നില്ല. ശരി നമ്മൾ കാണുമ്പോൾ സംസാരിക്കും, പക്ഷെ കാണുമ്പോൾ സംസാരിക്കാൻ നേരം കിട്ടാറില്ല. ആ ശൂന്യത ഉണ്ട്. പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളും ഈ ക്രിസ്മസ് ഉണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പോൾ ഉള്ളൊരു ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് ആഘോഷ ദിവസങ്ങളൊക്കെ ആണെങ്കിലും സാറ് ഒരു ജനങ്ങളുടെ ഒരു മധ്യത്തിലായിരുന്നു. അപ്പൊ സാറിന്റെ ഉള്ളപ്പോൾ ഉള്ളൊരു ക്രിസ്മസ് ആഘോഷം പുതുപ്പള്ളിയിലാണോ അതോ ട്രിവാൻഡ്രത്താണോ? പുൽക്കൂടിന്റെ ഒക്കെ ഒരു നിർമ്മാണം, അലങ്കാര വസ്തുക്കൾ അത് വീട്ടില് സ്ഥാപിക്കുക, അതൊക്കെ ആരായിരുന്നു ചെയ്തിരുന്നത്? അതെല്ലാം ഇവിടെ ഞങ്ങൾ തന്നെ ഇവിടെ ചെയ്തിരുന്നു. പുൽക്കൂടും എല്ലാം അച്ചു ഉണ്ടെങ്കിൽ അച്ചു അതിനകത്തൊരു വലിയ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി സമയത്തുള്ള പറഞ്ഞോളെ പുതുപ്പള്ളി രാവിലെ ഒരു ഭക്ഷണം, ക്രിസ്മസിനാണെങ്കിലും ഈസ്റ്ററിനാണെങ്കിലും ഓണത്തിനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു കഴിഞ്ഞ 5-8 വർഷങ്ങൾ മുമ്പ് വരെ. അതിനുശേഷം ഓണം ക്യാൻസർ ഇവിടെ ഓണം ഒന്നുമായിരുന്നു. അതിനുശേഷം അങ്ങ് പോവും. അല്ലാത്തപ്പോഴല്ലേ ക്രിസ്മസിന് നിർബന്ധമായിട്ട് ഞങ്ങൾ ഇവിടെ നന്തൻകോട് പള്ളി, ഞങ്ങളുടെ മിക്കവാറും പോകുന്ന പള്ളി സെന്റ് ജോർജ് ഈ പാളയം പള്ളിയാണ്. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് വളരെ സൗകര്യമുള്ള ടൈം ആയതുകൊണ്ട്
ഞങ്ങളുടെ ക്രിസ്മസിനും ഈസ്റ്ററിനും ഞങ്ങൾ പോകുന്ന നന്തൻകൂട് പള്ളിയിലായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആഘോഷങ്ങളോ ഒരിക്കലും ഒന്നിനും ഇല്ല. എല്ലാവരും കൂടെ ഒരു ഭക്ഷണം കഴിക്കുക, വരുന്നവർക്കെല്ലാം ഭക്ഷണം നമ്മൾ പങ്കുവെക്കുക. ക്രിസ്മസിന് ഒരു ജനങ്ങളുടെ ഒരു ക്രിസ്മസിന് കുറച്ച് പേര് കാണും, ഓണത്തിനും കാണും. ഓണത്തിന് ഉച്ചയാകുമ്പോഴത്തേക്ക് നിറയെ ആളുണ്ട്. ഈസ്റ്ററിനൊക്കെ കാണും, പിന്നെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് കാണും, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് കാണും. പിന്നെ ഞങ്ങളുടെ ഇങ്ങനെ അതിനകത്തെല്ലാം ഒരു അവസാനം ഒരു ഈ വെഡിങ് ആനിവേഴ്സറിക്കും പിള്ളേരുടെ ബർത്ത്ഡേക്കും ഒക്കെ ഒരു പ്രെയർ മീറ്റിങ്ങും കാണും എപ്പോഴും. അപ്പൊ അതാണ്. പിന്നെ ഒരുപാട് കേക്ക്സ് വരും കുഞ്ഞുള്ളപ്പോ, ഒരു 10-30 കേക്ക്, ഡയറികൾ ഒരുപാട് വരും. തീർച്ചയായും മറിയം പറഞ്ഞ പോലെ മൂത്ത മകളാണ്. അപ്പയുടെ ഒരു സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിച്ചു. അപ്പയുടെ ഒരു പെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അപ്പയെ കുറിച്ചുള്ള നല്ലൊരു ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അപ്പൊ ഒരിക്കലും മക്കൾക്കൊരു ടെൻഷൻ കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ 60% കൂടുതൽ മാർക്ക് ഒരിക്കലും മേടിക്കരുതെന്ന് അടികൊള്ളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അപ്പയെ കുറിച്ചുള്ള ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയാണ്? പറഞ്ഞാൽ നമുക്കങ്ങനെ ആഘോഷമായിട്ടൊന്നും ഒരിക്കലും ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, എന്നിട്ട് അപ്പ അങ്ങ് പോകും. പിന്നെ ഈ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഈ ക്രിസ്മസ് പപ്പ എന്ന് പറഞ്ഞ് നമുക്ക് ഗിഫ്റ്റ് അപ്പയും അമ്മയും ഒളിച്ചു വെക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ കുറെ വർഷം അത് ഞാൻ ക്രിസ്മസ് പപ്പ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി. അപ്പൊ അതിന് പിന്നെ നമ്മൾ പിള്ളേരൊക്കെ ആയപ്പോ പിള്ളേർക്കും അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലാതെ പിള്ളേർക്ക് എപ്പിക്കും അച്ഛൻ്റെ 3 പേർക്ക് ഞങ്ങൾ അങ്ങനെ ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കായിരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ വലിയ ആഘോഷങ്ങളായിട്ടില്ല. പിന്നെ ലാസ്റ്റ് ക്രിസ്മസിന് അപ്പ ട്രീറ്റ്മെന്റ് നമ്മൾ ബാംഗ്ലൂരായിരുന്നു. അന്ന് അപ്പയ്ക്ക് ഫുൾ ഫാമിലി വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ബാംഗ്ലൂർ ഞങ്ങളുടെ കസിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും ഫാമിലി ഫുൾ അവിടെ ഉണ്ടായിരുന്നു, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. അപ്പൊ അത് നിർബന്ധിച്ച് ഞാനും എഫിയും ട്രിവാൻഡ്രത്ത്. അപ്പം എന്തായാലും ആ ക്രിസ്മസിന് വരണം എന്നപ്പോ ഉറപ്പിച്ച് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നല്ലൊരു ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അച്ഛന് പിള്ളേരുടെ ഇതൊക്കെ പ്രസംഗവും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര കലാപരിപാടിയോട്. പിന്നെ അവിടെ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ലഞ്ച്, ക്രിസ്മസ് ലഞ്ച്. അപ്പൊ കുഞ്ഞ് ആരോഗ്യവാനും വന്നപ്പോ പിന്നെ ഇവിടെ 10,000 പേരെ ജനുവരി വന്ന് കണ്ടു. പിന്നെ പോയ ശേഷം ഈ ലേസറായിട്ട് സർജറി ഇരട്ടിയായിട്ട് പണം. പ്രത്യേകിച്ച് ഗിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരിടയ്ക്ക് സാറ് ഈ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ ഒരു 3 ഗിഫ്റ്റ് രസകരമായിട്ടുള്ള കാര്യം സാറ് പങ്കുവെച്ച് ഓർക്കുന്നുണ്ട്. അത് അപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര നമുക്കത് ആ കോമഡി പറയാൻ വരുന്നത് നമുക്കതങ്ങ് മനസ്സിലാകത്തില്ല. ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ആയിരിക്കും, വഴി ഭയങ്കര ക്ലാസ് ഫിറ്റ് ആയിരിക്കും. അത് തന്നത് നിങ്ങൾക്ക് അത് എടുത്ത് തന്നത് വേണ്ടി നമ്മുടെ ഈ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്ന അപ്പൊ ഉറക്കം ശരിയാകാൻ വേണ്ടി നിങ്ങൾ ഇത് വെച്ച് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ നല്ല ഓരോരുത്തർക്കും 3 പേർക്കും ഒരു നല്ല ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ണി വെച്ച് കിടന്നുറങ്ങിയാൽ വെളിച്ചം വന്നാൽ സുഖമായിട്ട് ഉറങ്ങാം. അപ്പൊ അങ്ങനെ എല്ലാം ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ആളാണ്, അങ്ങനെ ഒരിക്കലും പ്രഷർ തരത്തില്ല. ഇപ്പം പക്ഷെ വീട്ടിൽ അങ്ങനെ ഒരു ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരാം ഈ ക്രിസ്മസ് പപ്പയുടെ ഇതെന്നല്ലാതെ അങ്ങനെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റോ അങ്ങനെ ഒന്നും കിട്ടിയതായിട്ടൊന്നും ഒരു ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ പിള്ളേരുടെ ഒക്കെ ആയിട്ട് വന്നപ്പോ നമ്മളിപ്പം ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും ജനറേഷൻ മാറി. എന്നാൽ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ ചെറുപ്പത്തിൽ അങ്ങനെ ഉടുപ്പുകളോ ഓണക്കോടി ക്രിസ്മസ് ഉടുപ്പ് അല്ലാതെ ഗിഫ്റ്റുകൾ അങ്ങനെ ഒരു രീതിയൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു. പിന്നെ അപ്പയുടെ കൂടെ പോകുന്നതായിരുന്നു ഞങ്ങളുടെ യാത്രകൾ. അങ്ങനെ ഒരു ചുരുക്കം 1-2 പ്രാവശ്യം അമ്മ ബാങ്കിലായതുകൊണ്ട് അമ്മയ്ക്ക് പ്ലാൻ കിട്ടുന്ന ട്രാവലിന്റെ പ്ലാൻ കിട്ടുന്ന അനുസരിച്ച് ഡൽഹിയിൽ ഡൽഹി ബോംബെ അത് ഞങ്ങളുടെ എന്റെയൊക്കെ 3-ലോ 4-ലോ ഒക്കെയാ. ഗോവയിൽ പോകുന്ന എന്റെ 12ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് ടൈം ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ലൈഫ്. പിന്നെ ഇപ്പൊ അപ്പ ഇല്ലാത്തതിൻ്റെതായ പറഞ്ഞ പോലെ ശൂന്യത. മറ്റേ CM ആയിരുന്ന സമയത്ത് എപ്പോഴും സായി ഗ്രാമത്തിൽ നിന്ന് അവിടുന്ന് പിള്ളേരും ഒക്കെ ആയിട്ട് വരുമായിരുന്നു. അവരുമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു.
ഇവിടെ ഞങ്ങൾക്ക് രാവിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റ് അപ്പയായിട്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അപ്പയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. സാറ് ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പൊ സാറ് CM ആണെങ്കിലും വീട്ടിലത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ധനമന്ത്രിയും ഒക്കെ ഞാൻ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. എനിക്കപ്പോ അത്യുന്നതമായിട്ട് കുഞ്ഞിനറിയാം, അത് കുഞ്ഞിന്റെ കാര്യം എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടെ കറക്റ്റ് ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് എന്റേതായ ഒരു ആംഗിൾ എല്ലാത്തിനോടും ഒരു സ്പിരിച്വൽ ആംഗിൾ ഉണ്ടെന്ന് വെച്ചു. അത് ഞാൻ പറയും. പക്ഷെ അതിന്റെ പേര് കുഞ്ഞ് എനിക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം, എന്ത് വേണേലും പറയാം. ഒന്നും പുള്ളിക്ക് ഈ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. പിന്നെ വളരെ ഏതാ ഒരു ഭിത്തിയോടെ ആ ഭിത്തിയോടെ പറയുന്നില്ല, പറയാം. അങ്ങനെ നമുക്കത് അപ്പൊ ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മൾ ഈ ഭിത്തിയോട് പറയുന്നത് പോലെ തന്നെ. പക്ഷെ പറയുന്നതിന് ആർക്കും ഒരു റെസ്ട്രിക്ഷൻ. അപ്പൊ നല്ല കാര്യങ്ങളാണെങ്കിൽ അപ്പൊ അത് പിന്നെ മൾട്ടി ടാസ്കിങ്. അപ്പൊ 10 പ്രാവശ്യം പത്രമായിരിക്കും വായിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മൾ പത്രം വായിച്ചോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഫയൽ നോക്കുമായിരിക്കും. സൈഡിൽ നിന്ന് പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം അബ്സോർവ് ചെയ്യും. പക്ഷെ പിന്നെ എന്നിട്ട് ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഈ പത്രം വായിച്ച് അതിൻ്റെ അങ്ങനെ ആയിക്കോ, അതിന്റെ റിപ്ലൈ വരുമ്പോഴേ അത് ഫുൾ മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് മോനെ സംബന്ധിച്ചിടത്തോളം അപ്പൂപ്പിനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് ക്രിസ്മസിന്റെ ഓർമ്മകൾ? പ്രത്യേകിച്ച് നല്ല കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണ്. കഥകള് പറഞ്ഞു തരാന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ 1-2 കഥകള് പറഞ്ഞു തരുമായിരുന്നു. 2 കഥകളും പിള്ളേർക്ക് കൊച്ചുപോലും. രാജാവിന്റെ രാജാവിന്റെ കഥയും പിന്നെ ഒരു ഉറുമ്പിന്റെ കഥയും പറഞ്ഞു. പിള്ളേരോട് അപ്പം നിർത്താം. അല്ല സ്ഥിരം പറയുന്നില്ല ഉറുമ്പിന്റെ കഥ എന്ന് പറഞ്ഞാല് അത് പറഞ്ഞ് കഥ പറഞ്ഞു തുടങ്ങി അത് തീർക്കാണ്ട് അത് പറഞ്ഞു നിർത്താൻ പറ്റത്തില്ല. ഒരു രാജാവ് പറഞ്ഞു 41 ദിവസം രാജാവ് പറഞ്ഞ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലാത്തൊരു കൊല്ലു. അപ്പൊ അങ്ങനെ ഒരാൾ പറഞ്ഞു ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതിന്റെ ഭവിഷ്യത്ത് അറിയാമല്ലോ, നിർത്തിപ്പോയാൽ രാജാവ് പറയുന്നതിലപ്പുറം നിർത്തിപ്പോയാൽ അപ്പൊ തല വെട്ടും. ശരി രാജാവേ എന്ന് പറഞ്ഞ് കഥ കേൾക്കാനായിട്ട് സദസ് കൂടിയിരുന്നു. പറഞ്ഞു ഒരു മുറിയിൽ നിറയെ നെല്ലുണ്ടായിരുന്നു. ഒരു ഉറുമ്പ് വന്നു ഒരു നെല്ലെടുത്ത് അപ്പത്ത് വെച്ചോണ്ട് വീണ്ടും വന്ന അയറുമ്പെടുത്തു. അങ്ങനെ കഥ തുടരുക. നെല്ല് വീണ്ടും തീർന്നു. രാജാവ് വഴി കഥ കേട്ടു. അങ്ങനെ രാജാവ് കഥ 3 പിള്ളേരോടും പറയുകയാണ്, കൊച്ചുമോനോടും പറയുകയാണ്. പിന്നെ എല്ലാം നല്ലതിന്റെ കഥ നമ്മൾ പഠിച്ചിട്ടില്ലേ രാജാവ്? അത് പുള്ളിയുടെ എല്ലാം നല്ലതെന്ന് പറഞ്ഞ പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ആദർശമാണ്, ഒരു ഈ പ്രിൻസിപ്പിളാണ്. അതായത് എല്ലാം നന്മയ്ക്കാണ് എപ്പോഴും പുള്ളി പറയുമായിരുന്നു, എല്ലാം നല്ലതെന്ന്. പക്ഷെ നമ്മളത് ബൈബിൾ പ്രകാരം പറയുമായിരുന്നു, തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്ക് കൂടി വ്യാപരിക്കും. ഞാൻ ബൈബിൾ ഭാഷയിൽ പറയുമ്പോൾ കുഞ്ഞു പറയും എല്ലാം നല്ലത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറ് ഈ ആൾക്കൂട്ടത്തിനൊപ്പം ജീവിച്ച ഒരു മനുഷ്യ സ്നേഹിയ. ഈ മരണത്തിന് ശേഷവും ആൾക്കൂട്ടത്തിന്റെ നടുവിലൂടെയാണ് സാറിന് ഒരു അന്ത്യയാത്ര വന്നത്. അപ്പൊ നമ്മളിപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് ട്രിവാൻഡ്രത്തെ വീട്ടിലാണ്. അപ്പൊ ട്രിവാൻഡ്രത്തെ വീട്ടിൽ നിന്ന് പുതുപ്പള്ളി വീട്ടിൽ ഏകദേശം 4.5 മണിക്കൂർ മതി ശരിക്കും. പക്ഷെ അന്ന് എടുത്തത് 37 മണിക്കൂറോളം. അപ്പൊ ശരിക്കും സാറിനെ കുറിച്ച്, സാർ ഇപ്പൊ ജനങ്ങളുടെ ഒപ്പമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്, അതൊക്കെ മറിയത്തിനും അറിയാം, മേഡത്തിനും അറിയാം. പക്ഷെ ഈ ഒരു അന്ത്യയാത്രയിലാണോ ശരിക്കും അപ്പന്റെ ഒരു മഹത്വം, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു മഹത്വം ഇത്രത്തോളം ആയിരുന്നു തീർച്ചയായിട്ടും. കാരണം കുഞ്ഞൊന്നും ഒരക്ഷരം പോലും വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളോട് സ്വല്പമെങ്കിലും ഷെയർ ചെയ്യുന്നെങ്കിൽ കുഞ്ഞിന്റെ ഞങ്ങളുടെ എല്ലാ സാധനത്തിന്റെ ഇന്റൻസിറ്റിക്ക് ഒരു കുറവ് വന്നായിരുന്നു. അല്ലാതെ സഹിക്കേണ്ടി വന്നു, ത്യാഗം അനുഭവിക്കേണ്ടി വന്നു. എല്ലാം പിള്ളേർ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കുറെ അപ്പം ഞാൻ യൂസ്ഡായി. പിള്ളേരെ സംബന്ധിച്ചൊക്കെ അവരുടെ അപ്പനെ കണ്ടമാനം മിസ് ചെയ്തു. അതേസമയം എൻ്റെ മോളെ എനിക്കൊരു വലിയ ദൗത്യമുണ്ട്, ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്, എനിക്കതിന്ന് മാറാൻ പറ്റത്തില്ല എന്ന് ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ സപ്പോർട്ട് കൊടുത്തേ. ഞങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെയാണ് പുള്ളിയുടെ ജീവിതം അതിനായിട്ട് മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഞാനെപ്പോഴും കുഞ്ഞിങ്ങനെ പോകുമ്പോഴെപ്പോഴും ഓരോരുത്തർ ഈ സിനിമ കാണാൻ ഞങ്ങൾ പണ്ടൊക്കെ പോവായിരുന്നു കേട്ടോ.
പാട്ട് പാടും, സാഹിത്യം, പുസ്തക വായന, സ്പോർട്സ്, ഇങ്ങനെ മണിക്കൂറുകൾ പോയി സ്പോർട്സ് ഇങ്ങനെ കളികളൊക്കെ കാണുമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ എന്നൊരു ചിന്തയും, നമ്മള് യുദ്ധത്തിലാണെങ്കിൽ യുദ്ധത്തിൽ നമ്മുടെ സോഫ്റ്റ് ഫീലിങ്സ് ഇല്ല, കലയില്ല, സാഹിത്യമില്ല, സ്പോർട്സും ഇല്ല. യുദ്ധത്തിൽ യുദ്ധം മാത്രം. എന്തിനോട് യുദ്ധം ചെയ്തു? സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നൊരു തത്തപ്പാടാണ് കുഞ്ഞ് അവസാന നാഴി വരും. ഈ രോഗത്തിന്റെ അവസ്ഥയെ പോലും രോഗത്തിന്റെ അവസ്ഥ അപ്പോഴും ലാസ്റ്റ് തന്നെ ലെറ്റർ എഴുതിപ്പുണ്ട്. ഒരു ലാസ്റ്റ് എഴുതിയ ലെറ്റർ, അതായത് 15 ലക്ഷം രൂപ രാഹുൽ ഗാന്ധി തന്നല്ലേ. അപ്പം ഞങ്ങള് SCG ആശുപത്രിയിൽ നിന്ന് വന്ന് ടി ജോണിന്റെ വീട്ടിൽ താമസിക്കുക 2 മാസം. അപ്പൊ ഇപ്പോൾ ആദ്യം അപ്പൊ അന്നൊക്കെ നല്ല ഓർമ്മ. പിന്നെ ബ്രെയിൻ അത് തന്നെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടറിയാം, ഹാൻഡ് റൈറ്റിംഗ് ഇച്ച് ബാഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ 50 lakhs ഡ്രാഫ്റ്റ്, അതാണ് ലാസ്റ്റ് എഴുതിയത്. എന്റെ കയ്യിരിപ്പുണ്ട്. ഞാൻ ചാണ്ടിമന AICCക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാം മോന് വേണ്ടിയിട്ട്. ബില്ല് കൊടുക്കുന്ന പറഞ്ഞിട്ട് മോനെ ഞാൻ എന്റെ കുഞ്ഞെ കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ലെ ബില്ല് കൊടുക്കുന്നത് തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാം അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ലാസ്റ്റ് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഹാൻഡ് റൈറ്റിംഗ് കണ്ടത് വളരെ മോശമായി തുടങ്ങി. എനിക്ക് തന്നെ വളരെ എന്ന് വെച്ചാൽ ബ്രെയിൻ ഇങ്ങനെ ഫസ്റ്റ് ഇമ്മ്യൂണോതെറാപ്പി ഫസ്റ്റ് ഇമ്മ്യൂണോതെറാപ്പി ടോളറേറ്റ് ചെയ്തു. സെക്കൻഡ് ഇമ്മ്യൂണോതെറാപ്പിക്ക് എന്റെ കസിൻ സംഭവിച്ചു. അതായത് പുള്ളി ചിരി നിർത്തി. പുള്ളി ചിരിക്കാതെ ജീവിതം ഉണ്ടായിട്ടില്ല. ഞാൻ നേഴ്സിനോട് ചോദിച്ചു, എന്താ കുഞ്ഞ് ചിരിക്കാത്തത്, മസിൽ വീക്കായാണോ? അപ്പൊ അവര് അല്ലാത്ത പറഞ്ഞു. പക്ഷെ അത് സത്യത്തിൽ മസിൽ വീക്കായതാ. പിന്നെ പുള്ളി പറഞ്ഞു നമുക്ക് എനിക്ക് പോകാൻ അതെനിക്ക് ഭയങ്കര വേദനയായിപ്പോയി. പക്ഷെ പിന്നെ ഞാൻ ആശ്വസിക്കുന്ന എല്ലാം ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. പോകാന്നപ്പോ ഞങ്ങൾ നിർബന്ധിച്ച് നിർത്തി അവിടെ. അതെനിക്ക് താങ്ങാൻ മേലത്ത മരിച്ചതിലും വിഷമമുള്ള സംഗതിയാ. പക്ഷെ ദൈവത്തിന്റെ ഒരു കൈ അവിടെ ഉണ്ടതുകൊണ്ട് ഞാൻ ആശ്വസിപ്പിക്കും. ദൈവം അതാണ്. പിന്നെ 46 വർഷത്തെ ജീവിതത്തിനിടെ എനിക്ക് ദൈവം തന്ന മറിചിന്ത. ഞാൻ 5 മാസം 10 മാസം ജീവിതം മാത്രം നീ ഓർത്തോണ്ടിരിക്കുക, അതിന് മുമ്പുള്ള ജീവിതം നീ ഓർമ്മ. അതെനിക്ക് തീർച്ചയായിട്ടും അത് ഓർക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്നും ഒരു നിരാശപ്പെട്ടിട്ടില്ല. എനിക്ക് ഒരുപാട് നന്മ ചെയ്തു തന്നു, ഒരുപാട് പേരെ കാട്ടി. ആ നന്മ ഇതെല്ലാം ഞാൻ നല്ലതായിട്ട് സന്തോഷം എൻജോയ് ചെയ്തവളാം. ദൈവം എനിക്ക് അത്ര സുഖമില്ലാത്ത കാര്യം തരുമ്പോൾ ഞാന് 2 കൈ നീട്ടി വാങ്ങിക്കണം. ഭർത്താവ് ദൈവം തന്നതല്ലേ. സാഹചര്യങ്ങൾ മക്കളോ എനിക്ക് ഒരു കൊച്ചു പോലും ഉണ്ടാവും ഞാൻ വിചാരിച്ച. ഞാൻ വളരെ തിന്നാൻ 36-38 കിലോ ഉള്ളായിരുന്നു. ഒരു കൊച്ചു പോലും ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. പെണ്ണും ആണിനാണ് തന്നു. അവരെ നല്ല മക്കളായിട്ട് ദൈവം തന്നു, ആരോഗ്യത്തോടെ തന്നു. അത് ആ ദൈവത്തോടെ എത്ര നന്ദി പറഞ്ഞാലപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി കുഞ്ഞു മരിച്ചു. അപ്പം ഫ്രോസണാ, മനസ്സ് ഫ്രോസണാ. കുഞ്ഞു മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നമ്മുടെ 5-6 മലയാളി ഡോക്ടേഴ്സ് വരുന്നവരുണ്ട്. പിന്നെ വീഡിയോ കൂടെ കൺസൾട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. 5-6 മലയാളി ഡോക്ടർ, 5-8 മലയാളി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എല്ലാത്തിലും, എല്ലാ സിസ്റ്റത്തിലും. മലയാളി അലോപ്പതി സിസ്റ്ററിൽ പലരും ലാസ്റ്റൊക്കെ വന്ന ഡോക്ടർ ശ്രീകുമാർ എറണാകുളങ്ങനെ. അദ്ദേഹം പറഞ്ഞ ഡോക്ടർ നാളെ MRI കൊണ്ടുപോകാനിരിക്കുക. എന്തിനാ? ഉടനെ ഡോക്ടറിനെ ധൈര്യപ്പെടുത്തി നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, ബോഡി ബിൽഡപ്പ് ചെയ്യാം. പക്ഷെ അപ്പൊ പുള്ളി സൂചന തരികയായിരുന്നു. പിന്നെ വേറെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, പക്ഷെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻ സംഭവിച്ചാൽ വിഷമിക്കരുത് എന്ന് പറഞ്ഞു. കുഞ്ഞ് മരിച്ചപ്പം ഒരു 3 ദിവസം മുമ്പേ എനിക്ക് പ്രാർത്ഥിക്കാൻ മേലാതായി. ശരീരം പോയി, മനസ്സും പോയി, ആത്മാവും പോയി, ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കിനി ആ സമയത്തൊക്കെ സാർ ഒത്തിരി വേദനയിലൂടെയാണ് ഒരു വേദന ഉണ്ടായിരുന്നു. വേദനയില്ല, ദൈവം അപ്പയ്ക്ക് കൊടുത്തതാ. ഒരു ബ്ലെസ്സിങ്, ഒരു ഗ്രോത്തും ഇല്ലാതെ. ഗ്രോത്ത് എങ്ങും പിന്നെ അടുത്തടുത്തൂടി സ്പ്രെഡ് ഇല്ല. ഗ്രോത്ത് ഉണ്ട്, സ്പ്രെഡ് ഇല്ല. പിന്നെ ജനലടുത്ത് പോയിക്കൊണ്ടേ 10 days മുമ്പ് സ്കാൻ ചെയ്തിരുന്നു. സ്പ്രെഡ് ഇല്ല, ഒന്നുമില്ല, സ്പ്രെഡ് ഇല്ല. ഒരു വേദനയും. അതാണ് ദൈവം കൊടുത്ത ബ്ലെസ്സിങ്. അതാ ദൈവം എന്നോട് പറഞ്ഞത്, നീ അതാണ് ബ്ലെസ്സിങ്. വേദന വല്ലതും കൊടുത്തോ? മലയാളികളെ കണ്ടതില്ല എന്നുള്ളൊരു വിഷമം കുഞ്ഞുണ്ടായിരുന്നു. പക്ഷെ കുടുംബം കൂട്ടത്തിലുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയിലും
കുർബാന വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. രോഗി പിന്നെ അത് തൈലാഭിഷേകം മിക്കവാറും 5-6 പ്രാവശ്യമെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൊവ്വാഴ്ചയാണ് കുഞ്ഞ് പോകുന്നത്. അപ്പൊ ഞായറാഴ്ച കുർബാന കൊടുത്തു. ശരിക്കും ആത്മീയമായിട്ട് ഒരുങ്ങാൻ പറ്റിയില്ല. ആത്മീയമായിട്ട് ഒരുങ്ങി, നല്ലതായിട്ട് ഒരുങ്ങി. അപ്പയുടെ വേനയുണ്ടോന്ന് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു, ഇല്ലാന്ന്. അപ്പൊ അത് നമുക്കൊരു ആശ്വാസം. വേദന വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാനും മേലാത്ത ഒരാള് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് ഒരിക്കലും ദൈവം മോന് വേന കൊടുത്തിട്ടില്ല. അതാണ് ദൈവത്തിന്റെ വലിയൊരു ബ്ലസ്. പ്രത്യേകിച്ച് അപ്പയുടെ അന്ത്യയാത്ര, അതൊരു മകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായിരുന്നില്ലേ മനസ്സിൽ? ആ ഒരു അന്ത്യയാത്രയിൽ മറക്കാനാകാത്തൊരു അനുഭവം പങ്കുവയ്ക്കും. ഈ അഭിമാനം എന്നുള്ള കാര്യമൊന്നും അന്നൊന്നും രജിസ്റ്റർ അങ്ങനൊന്നും ആ ഒരു മാനസിക അവസ്ഥയിലല്ല. അപ്പൊ ഒരിക്കലും മരിക്കുമെന്ന് പ്രതീക്ഷയല്ല. അന്ന് ജൂലൈ 17-ാം തീയതി 18-നാ മരിക്കുന്നത്. 17-ാം തീയതി രാവിലെ അപ്പൊ അന്ന് അത് കഴിഞ്ഞ് സ്കാൻ വെച്ചിരുന്നു. അന്ന് ആക്ച്വലി ജൂലൈ 17-ാം തീയതി എനിക്കൊന്ന് തിങ്കളാഴ്ച, അന്ന് അവിടെ ബാംഗ്ലൂരുള്ളപ്പോ അവിടെ എന്തൊന്ന് DK ശിവകുമാർ ആണെന്ന് അദ്ദേഹത്തിന് കാണാൻ വരണമെന്ന് എന്തോ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പം ഞാൻ പറഞ്ഞെന്ന് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോവാം, പോയിട്ട് വന്നിട്ട് ഇതാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പ നന്നായിട്ട് വീക്കായി. അപ്പം ഈ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ കുറഞ്ഞപ്പോഴത്തേക്ക് അന്ന് ആശുപത്രിയിൽ തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറത്താണ് ഹോസ്പിറ്റൽ. അവിടെ പോകാം എന്നായി അങ്ങനെ അങ്ങോട്ട് പോയി. പക്ഷെ അപ്പൊ പോകുമ്പോഴും നമ്മള് മരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവരും പറയുന്നില്ലായിരുന്നു. അല്ല, പക്ഷെ അത് അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ ICU വെച്ചു. അത് കഴിഞ്ഞ് ഇവര് പറഞ്ഞു ഈ കാർഡിയാക്കിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്നോടും ചാണ്ടിയോടും പറഞ്ഞായിരുന്നു 24 hours ക്രിട്ടിക്കലാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവര് കാർഡിയാക് ICU മാറ്റണമെന്ന് പറഞ്ഞപ്പം അപ്പൊ ഒരിക്കലും ICU ഞങ്ങള് വെച്ചിരുന്നില്ല. പക്ഷെ എപ്പോഴും പ്രീ ICU വെക്കാറ്. അപ്പൊ എപ്പോഴും ഞാൻ കൂടെ നിൽക്കും. ഒറ്റയ്ക്ക് അങ്ങനെ തണുപ്പും അപ്പയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഒറ്റയ്ക്ക് കിടക്കാൻ പേടി. അപ്പം എപ്പോഴും നിൽക്കും. അപ്പൊ ഞങ്ങള് പറഞ്ഞു പിന്നെ ICU നിൽക്കാൻ പറ്റത്തില്ല. അവസാനം അവരുടെ മാനേജ്മെന്റിനോടൊക്കെ സംസാരിച്ച് അവര് ICUവിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് അപ്പയ്ക്ക് വേണ്ടി ക്ലിയർ ചെയ്തു. പേഷ്യൻസിന് എവിടെയായാലും നമ്മുടെ അപ്പൊ അവിടെ ആ സ്ഥലത്ത് AC കുറച്ചിട്ട് ഓഫ് ചെയ്ത് ഞങ്ങൾ മറ്റേ സൈഡില് പേഷ്യൻസിന് വെച്ചു. അങ്ങനെ വലിയ ഹെൽപ്പ് അവർ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നിന്നോളാൻ പറഞ്ഞു. പക്ഷെ 24 hours ക്രിട്ടിക്കലാന്ന് പറഞ്ഞിരുന്നു. അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ 4:25 അപ്പ മരിച്ചു. അപ്പം ആ ഒരു മരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പോഴാ ഷോക്ക്. ഇംഗ്ലീഷ് പറ്റിയ ഡോക്ടേഴ്സ് ഒന്നും നേരത്തെ ഒന്നും മരിക്കുമെന്ന് പറഞ്ഞത് MRIക്ക് സ്കാൻ വെച്ചിരുന്നല്ലേ. അപ്പം ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ. പറഞ്ഞ പോലെ അഭിമാനവും അപ്പൊ മരിക്കൂ എന്നുള്ള ആ ഒരു ഇത് അപ്പോഴൊന്നും ആ ഒരു ഇതാകുന്നില്ല. പിന്നെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളൊന്നും പലരും ഇപ്പൊ വന്നിരുന്നു. അതൊന്നും രജിസ്റ്റർ ആയിട്ടില്ല. ആരെങ്കിലും ഒക്കെ കണ്ടവരെ പോലും കണ്ടതായിട്ടൊന്നൊരു വേറെ ഒരു ലോകത്തായിരുന്നു. പക്ഷെ ആ യാത്രയിൽ കയറിയപ്പോഴായിരിക്കും അമ്മ പറഞ്ഞ പോലെ എനിക്ക് സത്യം പറഞ്ഞ അപ്പ ഒരിക്കലും മിസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്തോ അപ്പ അതിന് അവസരം തരാത്തത് കൊണ്ടാണോ അപ്പ അത് കവറപ്പി ചെറുപ്പത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരിക്കലും മിസ് ചെയ്തിരുന്നില്ല. പക്ഷെ അപ്പ തിരക്ക് കാരണം അപ്പ വലിയ ആളായിരുന്നു. എന്റെ മനസ്സിൽ ജനസമ്പർക്കമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടിയിൽ 7:00 ഞാനും വീട്ടിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കയറിയതാ. ആ യാത്ര അങ്ങോട്ട് തിരുവനന്തപുരം ക്രോസ് ചെയ്യാൻ 5-6 മണിക്കൂർ എടുത്തു. ട്രിവാൻഡ്രം ക്രോസ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ആ സെൻട്രൽ ട്രാവൻകൂർ, അടൂര്, കൊട്ടാരക്കര, ചെങ്ങന്നൂർ ഇവരൊക്കെ രാത്രി 2 മണി 3 മണി സമയത്ത് പെണ്ണുങ്ങൾ വരെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കും. അപ്പം അതിനകത്ത് ഞങ്ങൾ ബസ്സിനകത്തിരിക്കുക. എനിക്കൊക്കെ പല പ്രാവശ്യവും ആളുകൾ ഞങ്ങളെ ഒന്ന് കാണിക്കുവോ എന്ന് ചോദിച്ച് ജനങ്ങള് ബസ്സിൽ തള്ളുവാണ്. ബസ്സിലോട്ട് ഇടിച്ചു കയറുവാണ്. എനിക്ക് 3-4 പ്രാവശ്യം ആ തള്ളിന്റെ ശക്തി ആ ഉയരത്തിലിരിക്കുന്ന ബസ്സിനകത്തിരുന്ന് എനിക്ക് ഫീൽ ചെയ്യായിരുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാത്ത ഇപ്പം എല്ലാരും ഇപ്പോഴും അപ്പയെ പറ്റി പറയുന്നത് ജനസമ്പർക്കം. കാരുണ്യത്തിന്റെ മുഖം പറയുമ്പോൾ എല്ലാരും പറയുന്നത് ജനസമ്പർക്കം. പക്ഷെ ജനസമ്പർക്കം ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് ജനസമ്പർക്കം അപ്പയുടെ ജീവിതത്തിൽ 4 പ്രാവശ്യം അപ്പ ചെയ്തു. ഫസ്റ്റ് CM-ൽ 1 പ്രാവശ്യം, സെക്കൻഡ് CM-ൽ 3 പ്രാവശ്യം. എന്ന് വെച്ചാൽ 14 days 56 ദിവസം മാത്രമായിരുന്നു ആ ജനസമ്പർക്കം. ആ ജനസമ്പർക്കത്തിന് ശേഷം അപ്പ ജനനന്മയ്ക്ക് പറ്റിയ ഒരുപാട് GOs വരെ മാറ്റി എഴുതിയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ
ആക്ച്വൽ കേസ് 56 ദിവസം. പക്ഷെ ആ 56 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആരും അറിയാതെ ചെയ്തതിന്റെ റിസൾട്ടാണ് ആ യാത്രയെ കണ്ടത്. അതിലെനിക്ക് തോന്നുന്നത് ആ യാത്രയിൽ ഇരുന്ന് ഓരോ മനുഷ്യർക്കും, അത് രാഷ്ട്രീയക്കാരനാകട്ടെ, ഇപ്പം ഞങ്ങൾക്കാകട്ടെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കരയും. അത് കരയുന്ന വ്യക്തികൾ, ഞാനിപ്പോഴും കരയുന്ന എൻ്റെ അപ്പയായതുകൊണ്ടാണ്. പക്ഷെ യാതൊരു ബന്ധമില്ലാത്ത, ഒരു രക്തബന്ധമില്ലാത്ത റോഡിൽ നിൽക്കുന്ന പാവങ്ങള്, സാധാരണ ജനങ്ങൾ, അവരെന്തുകൊണ്ടാണ് കരയുന്നത്? എല്ലാവരെയും എന്തെങ്കിലും രീതിയിൽ, ഇപ്പം ഇലക്ഷൻ വർക്കിന്, സ്റ്റാൻഡേർഡ് ഇലക്ഷൻ വർക്കിന് ഫുൾ ഗ്രൗണ്ട് വർക്ക് ആയിരുന്നു. എല്ലാ വീടുകളിൽ കയറി ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് വേറൊരു തിരിച്ചറിവ്, ഒരു വീട്ടിൽ പോലും അപ്പ പേഴ്സണലി ടച്ച് ചെയ്യാത്തൊരു വീടില്ല. അതുപോലെ, അപ്പം അത് പുതുപ്പള്ളി മാത്രമല്ല, അതുപോലെ കേരളം മുഴുവൻ നമ്മൾ ആരും അറിയാതെ അത് നടന്നേക്കുന്നത്. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് അപ്പയുടെ ജീവിതം. അത് പക്ഷെ ആ യാത്രയിൽ നമ്മളെന്നല്ല, ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് പലരും വരാറുണ്ട്, ആ കല്ലറയില് വരുന്ന ഒരുപാട് ശതമാനം ആളുകൾ അപ്പയോട്ട് എങ്ങനെയെങ്കിലും റിലേറ്റഡ് ആണ്. പക്ഷെ ഇത് കേട്ടറിഞ്ഞ് പലരും പറഞ്ഞറിഞ്ഞ് വരുന്നവരുമുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തിരിച്ചറിവാണ്. പക്ഷെ ആ കല്ലറയിലൊക്കെ ഞാൻ 1-2 തവണ അവിടെ കല്ലറയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ എഴുതിയിരിക്കുന്ന ലെറ്ററൊക്കെ വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലൊരു വിഷമാണ്. ശരിക്കും ആ ഒരു ഇതിലൊക്കെ വായിക്കാൻ പറ്റിയിരുന്നു. അല്ല അവിടെ പലതും നമ്മൾ അവിടെ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് നിവേദനങ്ങള് ഞാൻ കുറെയൊക്കെ കണ്ടായിരുന്നു. മകളുടെ കല്യാണം നടക്കണം, ലോണ് അനുവദിച്ച് കിട്ടണം, ലോൺ കിട്ടണം, അങ്ങനെയൊക്കെ കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫുള്ളൊന്നും വായിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അപ്പോഴൊക്കെ ഒരു പറഞ്ഞ പോലെ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തും അപ്പയ്ക്ക് 30 ആവുന്നതിന് മുമ്പേ ഡിക്ലെയർ ചെയ്തു. അതുവരെയൊക്കെ ഞങ്ങളൊക്കെ വേറൊരു ലോകത്തിലായിരുന്നു. പിന്നെ ഇലക്ഷൻ വർക്ക് തുടങ്ങിയപ്പോൾ അതിലേക്ക് ഇറങ്ങേണ്ടി വന്നു. എന്നാലും ഇപ്പോഴും അപ്പ ഇല്ലാത്തതിൻ്റെതായ ഒരു അപ്പയുടെ സാന്നിധ്യം ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലേ? ശരിക്കും അപ്പ പോയി കഴിഞ്ഞാലും മിസ് ചെയ്യുന്നത് ഒരിക്കലും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ചെറുപ്പത്തിൽ ഇപ്പൊ പറഞ്ഞ പോലെ ടൈം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്ക് അപ്പയെ മിസ് ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പ അതിനെ അനുവദിക്കാത്തതുകൊണ്ടായിരിക്കും, ടൈം ഒന്നും ഇല്ലെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒരിക്കലും എനിക്ക് അപ്പയെ മിസ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിപ്പം അപ്പയെ കാണാൻ പറ്റാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. മേഡം, ഈ മുഞ്ചാണ്ടി സാറ് മരിച്ചതിന് ശേഷം ഏകദേശം 40 ദിവസത്തോളം അങ്ങ് 40 ദിവസം കുർബാന, 90 ദിവസത്തോളം അവിടെ ശരിക്കും ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞും വാവയും ഒരൊറ്റയ്ക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റിയ ഒരു അനുഭവം അല്ല. അവിടെ വെച്ച് ഈ 1-2 ലക്ഷം ജനങ്ങളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെല്ലാം ഏറ്റവും അതിശയമായ ഒരു കാര്യം മറിക്കുട്ടി മോള് പറഞ്ഞ പോലെ ഈ 3 മാസമായിട്ടും കരയുന്ന ഒരുപാട് വ്യക്തികളെ കണ്ടു. അത് ചില കെട്ടിപ്പിടിച്ച് കരയും, ചില കാലത്തെടുത്ത് തൊഴും, ചില ഇങ്ങനെ ചുമ്മാ നോക്കി നിൽക്കും, ചില പൊട്ടിക്കരയും, ചില ഉമ്മ തരും. അങ്ങനെ പല രീതിയിലാ. പക്ഷെ എല്ലാവർക്കും ഒരു കഥ, ഞങ്ങൾക്ക് ജീവിതം എന്ന് പറഞ്ഞപ്പോ അനേകര് ഞാൻ കണ്ടു. പിന്നെ നെഞ്ചത്തടിച്ച് കരയുന്നവരുണ്ട്. വലിയ ചെറുപ്പക്കാരൊക്കെ, ആണുങ്ങളൊക്കെ അവിടുന്ന് വലിയ കരഞ്ഞ് അവിടെ കിടക്കും. പിന്നെ ഹൈന്ദവരാണെങ്കിൽ ആ രീതിയിൽ അവർക്കുണ്ടല്ലോ സാഷ്ടാംഗ നമസ്കാരം. അത് വന്ന് വലിയ നെഞ്ചത്തടിച്ച് കരയുന്നവരൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ വലിയ തിരിച്ചറിവായിരുന്നു. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറ് ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇത്രയേറെ നന്മ ചെയ്തിട്ടും, അപ്പൊ മറിയം പറഞ്ഞതുപോലെ ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതെ നന്മ ചെയ്തു. പക്ഷെ ഏറ്റവും ലാസ്റ്റ് CM ആയിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഘട്ടത്തിലൊക്കെ പിടിച്ചു നിൽക്കാൻ സാറിന് ശക്തി നൽകിയത് ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവം. തീർച്ചയായിട്ടും ഞാൻ സകലത്തിന്റെ വഴികൾ പറഞ്ഞില്ലേ, അത് എല്ലാം നല്ലതിന്. അതാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രായം വിളിക്കപ്പെടുക തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന നമ്മൾ ബൈബിൾ ഭാഷയിൽ പറയും. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചോളം ഈ കഥ പറഞ്ഞവര് എല്ലാം നന്മയ്ക്കായിട്ട് പറയും. പ്രത്യേകിച്ച് അപ്പ ഈ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഇപ്പം നേരത്തെ മേഡം സൂചിപ്പിച്ചു, ഒന്നും തുറന്നിങ്ങനെ ഒന്നും വീട്ടിൽ വന്നൊന്നും പറയുവോ, അങ്ങനെ ഒരു അതായിരിക്കും ദൈവത്തിന്റെ ഒരു പ്രത്യേക ഒരു അനുഗ്രഹം ഉള്ള ഒരു വ്യക്തിയായിരിക്കുന്നല്ല ആണ്. അല്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ ആരോടും അങ്ങനെ പറയാതെ അപ്പ തന്നെ എല്ലാം മാനേജ് ചെയ്യുമായിരുന്നു. ഇപ്പം
അപ്പ പോയതോടെ അപ്പ പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പയായിരുന്നു എല്ലാത്തിന്റെയും കൺട്രോൾ. ഇവിടെ ഇല്ലായിരുന്നെങ്കിലും അമ്മയായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നെങ്കിലും ഫുൾ കൺട്രോളിങ് എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാത്തിന്റെ പുറത്തും അദൃശ്യകാര്യം. ഇപ്പം നമ്മൾ എവിടെയാണ് എന്താണ് എല്ലാത്തിനും അറേഞ്ച് ചെയ്യും, നമ്മുടെ കൂടെ ഇല്ല. അതുകൊണ്ടായിരിക്കും നമുക്ക് ആർക്കും മിസ് ചെയ്യാതെ ഇരുന്നത്. എല്ലാത്തിനും ഇപ്പൊ എവിടെ പോയാലും ഫുൾ ഞങ്ങളുടെ കാര്യങ്ങൾ അവിടെ അറേഞ്ച് ആയിരിക്കും, നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. എവിടെ പോയാലും അപ്പോഴോട് ചുരുക്കം സ്ഥലങ്ങളിലായിരിക്കും ഒരുമിച്ച് പോകുന്നത്. എവിടെ പോയാലും ഞങ്ങൾ 5 പേരും ഉണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ പിന്നെ മക്കളൊക്കെ കഴിഞ്ഞിട്ട് മക്കളോ മരുമക്കളോ ആരുണ്ടെങ്കിലും ഇവരെല്ലാരും അപ്പയുടെ കൂടെ ഉണ്ടെന്ന് അതിൽ ഒരാൾ മാറിപ്പോയ ആ ആളും കൂടെ വന്നിട്ടേ അപ്പ ഫ്രണ്ടിലോട്ട് നടക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ അപ്പ ഭയങ്കര എന്താ പറയാ കെയറിങ് നേച്ചർ ആയിരുന്നു. അതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ പോയപ്പം അത് നമുക്ക് ആ ഒരു ശൂന്യത കവറപ്പ് ചെയ്യാൻ പറ്റാത്തതും അങ്ങനെ ആയിരിക്കും. പ്രത്യേകിച്ച് അപ്പൂപ്പനിൽ കണ്ട ഒരു നല്ലൊരു ക്യാരക്ടർ, ഒത്തിരിയേറെ ക്യാരക്ടർ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. പക്ഷെ ഒരു കൊച്ചുമകൻ എന്ന നിലയിൽ അപ്പൂപ്പനിൽ കണ്ട ഒരു നല്ലൊരു ക്യാരക്ടർ ഒന്ന് പങ്കുവെക്കാം. നല്ല ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും ദേഷ്യപ്പെടത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന രീതിയാണെങ്കിൽ പോലും അത് ഇപ്പൊ എത്ര ടെൻഷനിലോ സ്ട്രെസ്സിലോ ആ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പുറത്ത് കാണിക്കാറില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നതും മിങ്കിൾ ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണ്. അല്ലാണ്ട് ഒരിക്കലും നമ്മുടെ അടുത്ത് പുറത്തുള്ള ഈ പ്രശ്നങ്ങളുടെയോ അതിന്റെ ദേഷ്യമൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല. അപ്പൊ വേറൊരു വ്യക്തിയായിരുന്നു അല്ലേ? അതെ. പിന്നെ മുത്തിന്റെ അടുത്താണെങ്കിൽ എപ്പോഴും എത്ര തിരക്കിലാണല്ലോ. ഇപ്പൊ കുഞ്ഞിലെയൊക്കെ അപ്പൊ CM ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴാണെങ്കിൽ എത്ര തിരക്കിന്റെ ഇടയിലും മുത്തടക്കി എന്ന് നമുക്ക് തിരക്ക് വരും, മാറുമാന്ന് പറഞ്ഞില്ല. അപ്പയ്ക്ക് അതില്ല, എത്ര തിരക്കിന്റെ അടുത്ത് ചെന്നാലും മുത്ത് എന്നിങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പത്തേക്ക് എന്താ മോനെ എന്ന് ആ തിരക്കിന്റെ ഇടയിൽ നിന്നും അപ്പ അത് ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് വേണം പലപ്പോഴും ഉമ്മൻചാണ്ടി സാറിന്റെ പല ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ അലസമായിട്ടിരിക്കുന്ന മുടി, ഈ തേക്കാത്ത ഡ്രസ്സ്, കാര്യങ്ങളൊക്കെ. അത് ശരിക്കും ഒരു തിരക്ക് കാരണം സംഭവിക്കുന്നതാണോ അതോ അക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ? മുടി ചെയ്യുന്ന കാര്യത്തില് കുഞ്ഞു മുടിയൊന്ന് ഇങ്ങനെ നിറ്റ ചെയ്യും, പക്ഷെ കണ്ണാടി നോക്കത്തില്ല, പൗഡർ ഇടത്തില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും. കുളിക്കുമ്പോഴാണെങ്കിലും അതിന്റെ ആ ചിന്ത പോലെ ഞാൻ ഓർക്കും, വളരെ കുറച്ച് വെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. പിന്നെ ഞാൻ ചോദിക്കും എന്താ ഇങ്ങനെ കുളിക്കുന്നു, ഒരു ബക്കറ്റ് വെള്ളം പിടിച്ച് നന്നായിട്ട് കുളിക്കും. ഇടുക്കി കിടക്കുന്നവർക്ക് വെള്ളമില്ല, ഇടുക്കി കിടക്കുന്നവർക്ക് വെള്ളം കിട്ടത്തില്ലെന്ന്. അങ്ങനെ വെള്ളം കിട്ടാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് വെള്ളത്തിൽ എനിക്ക് കുളിക്കാം അത് പറയത്തില്ല. പിന്നെ ഷേവ് ചെയ്യുമ്പം വെള്ളം ഇട്ട് ഷേവ് ചെയ്യും, സോപ്പ് ഉപയോഗിക്കാതെ. പിന്നെ ഞാൻ ചെന്ന് പലപ്പോഴും ഈ സോപ്പൊക്കെ തേക്കുന്ന കുളിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്നൊക്കെ. അപ്പൊ രാവിലെ ഇറങ്ങുമ്പം നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ട് അപ്പൊ നല്ല സുന്ദരനായിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്, ഫ്രഷ് ആയിട്ട് ഇറങ്ങും. പിന്നെ അപ്പൊ ഒന്നും ചെയ്യത്തില്ല. ഈ പറഞ്ഞ അമ്മ പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ കണ്ണാടി നോക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്യും. അത് ഫസ്റ്റ് കാണുന്നവർക്ക് അറിയാം അപ്പൊ നല്ല സുന്ദരനായിട്ട് അപ്പൊ ഇറങ്ങുന്നത്. പിന്നെ അപ്പ അത് ശ്രദ്ധിക്കാറില്ല, അതിന്റെ വഴി അതിന്റെ ഇടയിൽ അങ്ങ് പോകും. ശരിക്കും ഉമ്മൻചാണ്ടി സാറിനെ ഇത്രത്തോളം ഒരു മനുഷ്യസ്നേഹി ആക്കിയതിന് പിന്നിൽ സാറിന്റെ ഒരു ക്രിസ്തീയ വിശ്വാസം വലിയൊരു റോൾ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്, ഞാൻ എപ്പോഴും കുഞ്ഞിനോട് പറയുകയും ചെയ്യാറ്, പുള്ളി ഭയങ്കര ഹമ്പിളായിട്ടത് കേൾക്കാൻ ഇഷ്ടമില്ല. പുള്ളിയെ ദൈവം ഒരു പ്രത്യേക പരിശുദ്ധാത്മാവിന്റെ ഒരു ജനിപ്പിച്ച, നമ്മളൊക്കെ പ്രാർത്ഥിച്ച് അല്പസ്വല്പമൊക്കെ ദൈവത്തിന് ക്രിസ്ത്യാനിയുടെ മക്കളും ഒക്കെ ആയതുകൊണ്ട് മാമോദിസ മുങ്ങിയതൊക്കെ കൊണ്ട് പരിശുദ്ധാത്മാവിനെ കാണുമായിരിക്കും. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചോളം ഈ വ്യക്തമായിട്ട് ആത്മാവിന്റെ ഫലം എല്ലാം കൂടെ കൂട്ടി ജനിപ്പിച്ചു. പിന്നെ മാതാവ് എടുത്തൊരു കുഞ്ഞാ. അത് എൻ്റെ അമ്മായിമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിന്റെ അമ്മ. പിന്നെ അപ്പൻ്റെ അനിയൻ നല്ല വയസ്സ് 21 22 വയസ്സ് ഞങ്ങൾ എന്നാണ്ട് ഏതാണ്ട് ടൈഫോയിഡ് ഏതാണ്ട് വന്ന് മരിച്ചു. അന്ന് മരുന്നില്ലായിരുന്നു. അങ്ങനെ ഈ പുള്ളി മരിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോ ആ പണ്ടത്തെ അമ്മമാരെയൊക്കെ അറിയാലോ, മാതാവിന്റെ വലിയ ഭക്തരാണല്ലോ പണ്ടത്തെ അമ്മച്ചിമാരല്ല. അപ്പൊ അതിങ്ങനെ മാതാവിന്റെ പ്രാർത്ഥിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ ദർശനം കണ്ടു. ഒരു കറുത്ത കൊച്ചിനെ എടുത്ത് കൊടുത്ത് ഇങ്ങനെ മാതാവ് എടുത്ത് അമ്മയുടെ കയ്യിലിട്ട് കൊടുക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ കുഞ്ഞിന്റെ അമ്മച്ചി കുഞ്ഞിന് പ്രഗ്നന്റാ. അപ്പൊ മത്സ്യമാമ കുഞ്ഞിന്റെ ഭാഗത്തൊക്കെ നല്ല തുയ്യ വെള്ളയാ. അപ്പൊ
കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിന് ഇരുന്നറേ ഉള്ളായിരുന്നു. പിന്നെ ഇങ്ങോട്ട് എനിക്ക് തോന്നുന്നു പിന്നെ പുള്ളി തേജസ് കൂടി. ഓക്കെ ഓക്കെ അതെ അതെ പിന്നെ പുള്ളി തേജസ് മുഹൂർത്തം വല്ലാത്ത തേജസ് വന്നു, വലിയൊരു തേജസ് വന്നു. അപ്പൊ എടുത്ത് കൊടുത്ത് കൊച്ചിനെ പോലെ തന്നെയായിരുന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ പോലും കുഞ്ഞും കരയത്തില്ലായിരുന്നു, പാലിന് വേണ്ടി പോലും കരയത്തില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഉമ്മിനെ വെക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ 3 വയസ്സുള്ളപ്പോ 5 വയസ്സുള്ള പിള്ളേരുടെ ബുദ്ധിയായിരുന്നു. പിന്നെ ഒരിക്കൽ പോലും ഇങ്ങനെ വഴക്ക് പിടിക്കാൻ എന്നെ കുസൃതി കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അനിയനെ പോലും ഇങ്ങനെ എപ്പോഴും അനിയനെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അനിയൻ പണ്ടൊരു കഥയുണ്ട്. അനിയൻ ഇവിടെ രണ്ടുപേരും കൂടെ സൺഡേ സ്കൂളിൽ പോകും, അനിയച്ച കുസൃതിയൊക്കെ. അപ്പം കുഞ്ഞു അനിയനും കൂടെ സൺഡേ സ്കൂളിൽ പോയിരുന്നപ്പം പള്ളിയിലെ സർവീസ് നടക്കുക, അനിയൻ പണിയടിച്ചു. പള്ളി ആരാധന നടക്കും, പണി അടിക്കേണ്ടാത്ത സമയത്ത് പണി അടിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കും. അപ്പം സാറ് സൺഡേ സ്കൂളിലെ സാറ് വന്ന് ചോദിച്ചു ആരാ മണി അടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ കുഞ്ഞിനറിയാം അനിയനറിയാം, പക്ഷെ കുഞ്ഞ് എഴുന്നേറ്റ് കുഞ്ഞടി കൊണ്ടു. അത്ര കെയറിങ് ആയിരുന്നു. അനിയനെയും ഭയങ്കര സ്നേഹമായിരുന്നു. ഞങ്ങള് ഇപ്പൊ ഇങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. ഞങ്ങളും ഒരു ചേട്ടാനും സ്വന്തം അപ്പനും മക്കളെ പോലെ 3 പിള്ളേരും ആ 3 പിള്ളേരും നമ്മൾ ഒരിക്കൽ പോലും ഒരു വലിയ സന്തോഷമായിട്ട് കഴിഞ്ഞാണ് മോഹം കൊടുത്ത് സംസാരിച്ചിട്ടില്ല. പിന്നെ എത്ര സഹനത്തിന്റെ ഓരോ മേഖലകളെ എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞ് ക്ഷമിക്കണം, പൂർണ്ണമായി ക്ഷമിച്ചേ പറ്റൂ. പക്ഷെ അതിനെ ഞാൻ ചോദിക്കാനായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ആക്രമണങ്ങളും ഒത്തിരിയേറെ ദുരാരോപണങ്ങളും കേൾക്കേണ്ടി വന്നു. അപ്പം അത്തരം ദുരാരോപണങ്ങളൊക്കെ ഉന്നയിച്ചവരോട് ഒരു ക്ഷമിക്കാൻ സാധിക്കണം. പ്രത്യേകിച്ച് മറിയം ഒരു മകൾ എന്ന നിലയിൽ ഒരു അപ്പനെ കുറിച്ച് അത്തരം ദുരാരോപണങ്ങളും ഒക്കെ വന്നപ്പം കുടുംബത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ചാണ്ടിയമ്മനെ കുറിച്ച് ഒക്കെ വന്നിരുന്നു. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചവരോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അല്ല, അന്നും ആണെങ്കിൽ ഞങ്ങളുടെ വീട്ടില് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞങ്ങൾ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞങ്ങളെ അതങ്ങനെ കാര്യമായിട്ട് ഒരിക്കൽ പറഞ്ഞു, പിന്നെ അത് അങ്ങനെ പറഞ്ഞതിൽ നമ്മൾ അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. എങ്ങനെയാ മറ്റൊരാള് പറയുന്നതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? വീട്ടിൽ അങ്ങനെ ഒരു ഫൈറ്റിംഗ് മെന്റാലിറ്റിയോ അങ്ങനെ ഒരു ശത്രുപക്ഷം വയ്ക്കുക അങ്ങനെ ഒരു രീതി നമ്മുടെ വീട്ടിലില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിലും സത്യം പറഞ്ഞാൽ അതിനെ പറ്റി ഒന്നും അതൊരു ഒക്കെ ക്ഷമിച്ചു. അവര് അതങ്ങനെ പറഞ്ഞു, അവർക്ക് തെറ്റുപറ്റിയതാകാം. എന്താണ് അവരുടെ അപ്പയുടെ ഒരു ഇതുണ്ട്, അതർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അവര് എന്ത് ഇതിലാണത് പറഞ്ഞത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്കാർക്കും പ്രത്യേകിച്ച് വിരോധമോ കാര്യങ്ങളോ ഇല്ല. നമുക്കെതിരെ പറഞ്ഞു, അത് പറയുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പറയുന്നത് മറ്റൊരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളത് അവർ മാൻസ് പോയിന്റ് ഓഫ് വ്യൂ. അതിൽ നമുക്കതിലൊന്നും കൂടുതലായിട്ട് പറയാനോ, അതൊരു ക്ഷമിക്കുക എന്നല്ലാതെ ഇനിയിപ്പം നമുക്കതിലൊരു ക്ഷമിക്കുകയാണതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അതിൽ വേറൊരു ചിന്ത അതിലില്ല. ചാനലുകാരോട് വരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു പ്രതികാര ബുദ്ധി വെക്കുന്ന ആളല്ല. പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇന്നിതെല്ലാം തെളിഞ്ഞു ആരും ഒന്നും ചെയ്യാതെ എല്ലാം. അല്ല, മരണശേഷമല്ല, അപ്പൊ ആക്ച്വലി ഈ മറ്റേ ഇപ്പൊ വന്ന് ഫൈനൽ റിപ്പോർട്ട് ഡിസംബറിൽ കണ്ടു. പക്ഷെ അപ്പൊ അത് വെളിയിൽ കൊടുക്കാൻ പോലും പറഞ്ഞിരുന്നില്ല. അപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞതിന് ബാംഗ്ലൂര് വെച്ച് എനിക്ക് വന്ന് പത്രവാർത്ത വന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ഫ്രണ്ട് ഇരുന്നിട്ട് വായിച്ചിട്ട് ഇങ്ങനെ വിമുക്തനാക്കി എന്നുള്ള ആരാണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞില്ല, ഇത്ര കോടി കൊടുത്തിട്ടാ പറഞ്ഞു. അതിങ്ങനെ അക്യുപ്രസിസ്റ്റ് ഉണ്ടായിരുന്നു, അക്യുപ്രസിസ്റ്റ് അടുത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ അതൊക്കെ പറയും കയറ്റി വന്നു. പിന്നെയാണ് സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് കാണിച്ചപ്പം അതൊക്കെ ദൈവം അപ്പയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, അപ്പയും അപ്പ മരിക്കുമെന്ന് വിചാരിച്ചില്ല. അതും നല്ല കാര്യം. അപ്പയ്ക്ക് ആ ഒരു പ്രത്യേകിച്ച് അമ്മ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നേ, അപ്പയ്ക്ക് ലാസ്റ്റ് മൊമെന്റ് വരെ അപ്പൊ ചെറിയ പ്ലേസ് ഉണ്ടായില്ല, ടെൻഷനൊന്നും കൊടുത്തിട്ടില്ല. സകല നമ്മുടെ സ്വാഭാവിക വിശ്വാസപ്രകാരമുള്ള എല്ലാ കൂതാശകളും കുഞ്ഞ് സ്വീകരിച്ചു. പിന്നെ ഈ സംസാരിക്കാൻ റിക്വസ്റ്റ് ഇട്ടുകൊണ്ട് സംസാരിക്കും. അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ഒരു 1 month വരെ അപ്പയ്ക്ക്
ആ ഒരു ഹോപ്പ്. അത് കഴിഞ്ഞ് പിന്നെ അപ്പയ്ക്ക് വലിയൊരു കുറച്ചൊരു ഓർമ്മ ഇതായിരുന്നു. അപ്പൊ അതുവരെ നമ്മൾ തിരിച്ചു വരും, തിരിച്ചു പോകും, ഞാൻ പറയും തിരിച്ചു പോകും. അപ്പം നമ്മള് അമ്മ പറയായിരുന്നു നമുക്ക് അടുത്ത 2024 പാർലമെന്റ് ഇലക്ഷന് നമുക്ക് കാരവൻ എടുത്ത് പ്രചരണത്തിന് പോകാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ്. അപ്പം അപ്പയ്ക്ക് അപ്പോഴൊക്കെ തിരിച്ചു വരുന്നൊരു പ്രത്യാശയായിരുന്നു. പക്ഷെ പിന്നെ അപ്പ ഡള്ളായി. പക്ഷെ അതെനിക്ക് അമ്മ പറഞ്ഞ പോലെ പിന്നെ വലിയൊരു ഓർമ്മയില്ല. പിന്നെ ഓർമ്മയില്ലാത്ത സമയത്ത് അപ്പൊ അതൊരു കണക്കിന് നന്നായി. അപ്പൊ നല്ല ഓർമ്മയിലിരുന്ന അപ്പയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നേനെയല്ലോ. അതിനൊന്നും ദൈവം അപ്പൊ മരിച്ചെങ്കിലും ദൈവം അപ്പയ്ക്ക് അങ്ങനെയൊക്കെ അനുഗ്രഹങ്ങള് ചെയ്തു. ഇപ്പം അപ്പയ്ക്ക് നല്ല ഓർമ്മ, നമ്മളെ പോലെ ഓർമ്മ ശക്തി ഇരിക്കുവാണ്. വേദന കൂടെ കൊടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, മേലാത്ത അവസരത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തകർന്ന് തരിപ്പണായിരിക്കുന്ന അവസ്ഥ. പിന്നെ എന്താ ഞങ്ങൾക്കുള്ളത്? മിണ്ടാൻ മേലാത്തൊരു വ്യക്തി. അത് ദൈവത്തിന്റെ വലിയൊരു വലിയ കരുണയാ. പിന്നെ അതിനകത്ത് ഈ ആരവണം വരുമ്പോണ്ട് മറ്റേ ആരവണൊക്കെ ഞങ്ങളാര് ചെയ്കൂടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചിന്ത പോലും ഞങ്ങൾ മനസ്സിലായിട്ട്. പക്ഷെ ലാസ്റ്റ് ഒരു 10 മാസത്തിന് മുമ്പ് 2020 പുള്ളി പൂർണ്ണമായിട്ട് സൗഖ്യം വന്ന് ജർമ്മനി പോയിട്ട് സൗഖ്യം വന്ന് തിരിച്ചു വന്നിട്ട് അന്ന് എനിക്ക് ഇതുപോലെ ഫീലിംഗ്. അന്ന് എന്നെ കൊച്ചു ആരോപണം ഉണ്ടായി, മരുന്ന് കൊടുക്കുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയാം. അപ്പൊ 2019 തന്നെ പൂർണ്ണ സൗഖ്യമായിട്ട് തിരിച്ചു വന്നപ്പോ അതങ്ങ് തോന്നി. അപ്പൊ എല്ലാരും പറഞ്ഞു എനിക്ക് 2022 23 ഇപ്പൊ അതിനെ കുറിച്ച് വലിയ ആരോപണം, 2 ആരോപണ, ഒന്ന് അസത്യം ഒന്ന് സത്യം. സത്യം ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും, ശരിയാ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. എനിക്ക് ദൈവം കുറവ് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ 31 വർഷമായിട്ട് എല്ലാ ആഴ്ച ഇവിടെ കൂട്ടായ്മ ഉണ്ട്. എനിക്ക് അതിന്മേലും പറയാൻ ഒരു വിഷമമില്ല. കാര്യം അതെന്റെ അപ്പനുമായിട്ട് ഞാൻ നടത്തുന്ന സംവാദമാണ്. എനിക്കത് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ ധ്യാനം ഇല്ല ഞാൻ ജീവിക്കത്തില്ല. വല്ലാത്തൊരു പൈശാചിക ശക്തി എന്നെ കൺട്രോൾ എടുക്കും. ശരീരമായിട്ടും മാനസികമായിട്ടും എല്ലാം ഞാൻ തകർന്നു. അതൊന്ന്. രണ്ടാമത്തെ വിഷയം മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത്. അത് ഈ പറയുന്ന എല്ലാം രാഷ്ട്രീയമാണ്. അതിനകത്ത് ഞാൻ കണക്കൊന്നും കൊടുത്ത് ഈ ഓഫീസിനെ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നെ ഡേറ്റ എല്ലാം കയറ്റിപ്പോണത് ലോജിക്കലായിരുന്നില്ല അവിടെ പോട്ടെ. അത് പക്ഷെ എന്നെ തളർത്തിയ ഒരു വിഷം ഒരു പോയിന്റ് ഉണ്ട് മോനെ. എന്തെന്നറിയാവോ? കുഞ്ഞ് മരിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ല 3-4 ദിവസം മുമ്പേ തന്നെ ഞാനിങ്ങനെ രാത്രി മുഴുവൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്കും ബെഡ് ഞാൻ പൊക്കി കിടത്താനും മറ്റും ഒറ്റയ്ക്ക് ബെഡ് വേണ്ട. സാധാരണ നമ്മുടെ ബെഡ് തൊട്ടപ്പുറത്ത് ഞാൻ കിടക്കും, മരക്കുട്ടി അപ്പുറത്ത് മുറി കിടക്കും. 3 പേര്, ഒരു ഹോം നേഴ്സ്, ജയ, 3 പേരുടെ ഈ മുറി തന്നെ 2 പേര് ഇരിക്കും. ഒരാൾ അപ്പുറത്ത് കിടക്കും, എൻ്റെ കിടക്കും. എന്നിട്ട് ഞാനിങ്ങനെ കയ്യേലോ കാലയില ഇങ്ങനെ പിടിച്ചോണ്ട കിടന്ന് പ്രാർത്ഥിച്ച ഉറങ്ങുന്നേ. എനിക്ക് രാത്രി ഉറങ്ങിയില്ല, എനിക്ക് പ്രശ്നം വരും. ഞാൻ ചിലപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് മറിക്കുട്ടി മുറി പോയി കിടക്കും. അപ്പൊ ഈ കിടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക കർത്താവിന് ജീവൻ എടുക്കാനൊക്കത്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ശക്തി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എനിക്ക് കർത്താവ് ഞാൻ തളർന്ന് എനിക്കിനി പ്രാർത്ഥിക്കാൻ വയ്യ, ഒട്ടും പറ്റുന്നില്ല. അപ്പൊ അപ്പോഴേ എൻ്റെ വിശ്വാസം എന്താ, ഞാൻ കുഞ്ഞോട് പറഞ്ഞ പോലെ തന്നെ വിശ്വസിച്ചു. ഞങ്ങള് ഫ്ലൈറ്റ് എടുത്ത് വിടുകയും അമ്മയെടുത്ത് മുറി ICU ആക്കി മാറ്റും. ഒരാഴ്ച മുമ്പ് ഞാനും അമ്മയും കൂടി ഡിസ്കസ് ചെയ്യുന്നത് ഓണത്തിന് ഓണത്തിന് ഇവിടെ നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ലഞ്ച് കൊടുക്കും. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം അത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പയ്ക്ക് ഒട്ടും ആരോഗ്യമില്ല. അപ്പൊ ഞാനും അമ്മയും കൂടെ പറഞ്ഞു നമുക്ക് ഓണം കഴിഞ്ഞിട്ട് പോവാം. ഓണം കഴിഞ്ഞിട്ട് പോയി അമ്മ പറഞ്ഞു നമുക്ക് ഇവിടെ റൂം ICU സെറ്റ് ചെയ്യാം. എന്നിട്ട് അപ്പൊ നമുക്ക് നിംസ് ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ സഹായം ചെയ്തത്. ഫുൾ ടൈം ഞങ്ങൾക്ക് കൊണ്ടായിരുന്നു. അപ്പം നമുക്ക് അവിടെ നിംസിന്റെ MD ഫൈസലിനോട് പറഞ്ഞ് നമുക്കൊരു നഴ്സിനെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, പിന്നെ ഇവിടെ ആളുണ്ട്, നമുക്ക് അങ്ങനെ തന്നെ. അപ്പൊ ഞങ്ങള് മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അത്ര വിശ്വാസമാണ്, പ്രതീക്ഷയാണ്. അത് നമുക്ക് ആ ഒരു എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശിക്കുന്നതിനെതിരായിട്ട് നമ്മൾ ആശിക്കുന്നതാണ്. അപ്പൊ ആ ഒരു നമുക്കങ്ങനെ ചിന്തയില്ല, നമ്മൾ വിശ്വസിച്ചിരിക്കും. പക്ഷെ ഹെൽത്ത് കംപ്ലീറ്റ് എല്ലാം ഇൻഫെക്റ്റഡ് ആയി. ഇവിടെ ട്യൂബ് പിന്നെ ഇത് കത്തിയിട്ടിട്ടു. പിന്നെ അവസാനം ലാസ്റ്റ് ഇവിടെ
ഓക്സിജൻ ലെവൽ നോക്കാൻ വേണ്ടി എല്ലാം ട്യൂബ് അത് മരിക്കുന്നതിന്റെ ആ ആ ദിവസം തലേന്ന്. പക്ഷെ എല്ലാ ട്യൂബ്സ് എല്ലാം കൂടെ അത് ഇൻഫെക്റ്റഡ് ആയി. അതാണ് കാര്യം. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്കറിയാം ഇപ്പം ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഒരു അപ്പന്റെ ഒരു പാതയിലേക്ക് തന്നെ ചാണ്ടി ഉമ്മൻ വന്നിരിക്കുന്നു. അപ്പം എത്രത്തോളം പറയുന്ന പോലെ മറ്റൊരു ഉമ്മൻചാണ്ടി ആവാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാം. കാരണം മറ്റൊരു ഉമ്മൻചാണ്ടിയെ പോലും ഉമ്മൻചാണ്ടി ആകത്തില്ല. മാത്രമേ ഉള്ളൂ. അപ്പം എത്രത്തോളം ഒരു അഭിമാനമുണ്ട്, പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ ഒരു നിമിഷങ്ങളിൽ പോലും ചാണ്ടിയമ്മന് വലിയൊരു വിജയമാണ് പുതുപ്പള്ളിക്കാര് നൽകിയത്. അപ്പൊ ആ ഒരു വിജയത്തെക്കുറിച്ചും ചാണ്ടിയമ്മന്റെ ഒരു രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും പ്രവർത്തനങ്ങളെ കുറിച്ചും ഒന്ന് പങ്കുവയ്ക്കാം. ഒരിക്കലും ഈ പറഞ്ഞ പോലെ അപ്പയ്ക്ക് അത് ചാണ്ടി തന്നെ പറയാറുണ്ട്. അപ്പയെ പോലൊരു വ്യക്തി എന്ന് വെച്ചാൽ അപ്പ 100% എല്ലാ ആളുകളുടെയും ഇഷ്ടം പറഞ്ഞ് പോകുന്ന അത് കേട്ടപ്പം ചാണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ചലഞ്ചും ഉണ്ട്. എന്ന് വെച്ചാൽ ആളുകൾ ഇപ്പോഴും കാണുന്ന ഉമ്മൻചാണ്ടിക്ക് പകരമായിട്ടാണ്. ഉമ്മൻചാണ്ടിക്ക് പകരം എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നില്ല ചാണ്ടി ഫസ്റ്റ് ഇയർ ആസ് എൻ MLA ആണ്. 53 വർഷത്തിലാണ് അപ്പ മരിക്കുന്നത്. അപ്പൊ ആളുകൾ കമ്പയർ ചെയ്യുന്നത് 53 വർഷത്തിൽ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയും 0 ഫസ്റ്റ് ഇയർ ആകാത്ത ചാണ്ടി ഉമ്മനുമായിട്ട്. അപ്പൊ കേരളം മുഴുവൻ അപ്പം അപ്പ മരിച്ചപ്പോ ഇത്രയും വലിയ ജനപ്രവാഹം അപ്പോഴാണ് അറിയാത്ത ആളുകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പൊ എന്തോ വലിയൊരു ഇത് ആളുകളുടെ കേരളം മുഴുവൻ ലോകം മുഴുവനുള്ള മലയാളികൾ ഒരു ലോകത്തുള്ള പലരും പറഞ്ഞു ഞങ്ങള് ആ 3 ദിവസം TV ഓഫാക്കാതെ കണ്ടു. TV ഓഫാക്കാതെ എന്നോട് 1-2 ചാനലുകാർ പറഞ്ഞു അവർക്ക് വേറൊരു പരസ്യത്തിലോട്ട് മാറാൻ പറ്റത്തില്ലായിരുന്നു, ഗ്യാപ്പില്ലായിരുന്നു. ബിക്കോസ് അപ്പത്തേക്ക് ഭയങ്കരമായിട്ട് റേറ്റിംഗ് വ്യൂവേഴ്സ് കുറഞ്ഞു പോകുമായിരുന്നു. അതുപോലെ വ്യൂവർഷിപ്പ് ആയിരുന്നു. അപ്പം ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതുപ്പള്ളിയിലോട്ട് സത്യം പറഞ്ഞ ജനപ്രവാഹമാണ്. അപ്പയുടെ കല്ലറയുടെ ഇപ്പോഴും കല്ലറയിൽ ആള് വരുന്നുണ്ട്. അപ്പൊ ചാണ്ടിയെ കാണാൻ ആളുകൾ ഫുൾ ചാണ്ടി പക്ഷെ ഒരു പുതുപ്പള്ളിയുടെ MLA ആണെന്ന് ചാണ്ടിക്ക് അപ്പ ചെയ്തതുപോലെ അതൊരു ഭയങ്കര ഒരു ചലഞ്ചാണ്. പക്ഷെ ചാണ്ടിക്ക് അപ്പയുടേതായ ഈ ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു ട്രേറ്റ് അത് നമുക്ക് ഇത് അമ്മയാണേലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യും. പക്ഷെ അത് ശരിക്കും ഒരു ചലഞ്ചാണ്. പക്ഷെ അത് ഒരു ദൈവാനുഗ്രഹവും അപ്പയുടെ ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ കൊണ്ട് അത് നല്ല രീതിയിൽ പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. ഒപ്പം തന്നെ മറിയം നല്ലൊരു പാട്ടുകാരിയാന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ദുഃഖത്തിന്റെ ഒരു അനുഭവത്തിലൂടെ പ്രത്യേകിച്ച് ചാണ്ടി സാറിന് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ക്രിസ്മസിന്റെ ഒക്കെ ഒരു അന്തരീക്ഷത്തില് നല്ലൊരു ഗാനം പ്രേക്ഷകർക്കായിട്ടൊന്ന് പാടാം. പിറക്കാനായി ഒരിടം തരുമോ നിൻ മനസ്സാകും പുൽക്കുടിലിൽ ഇരുളാർന്ന നിൻ ജീവിത വീതിയിൽ നിറദീപമായി മുന്നിൽ തെളിയൂ ആഴലാർന്ന നിൻ ജീവിത നൗകയിൽ സഹയാത്രികനായി വാഴാം. പിറക്കാനായി ഒരിടം തരുമോ നിൻ മനസ്സാകും പുൽക്കുടിലിൽ ഇരുളാർന്ന നിൻ ജീവിത വീതിയിൽ നിറദീപമായി മുന്നിൽ തെളിയാം. തീർച്ചയായും ഉമ്മൻചാണ്ടി സാറിന്റെ ആ ഒരു കുടുംബം ശരിക്കും അഭിമാനമാണ്. ശരിക്കും കേരളത്തിന്റെ അഭിമാനമാണ്. നിങ്ങൾക്കും ശരിക്കും അഭിമാനിക്കാം. ഇത്രത്തോളം ഒരു നല്ലൊരു ജനകീയ നേതാവിന്, മനുഷ്യസ്നേഹിയായിട്ട് അടിയുറച്ച ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു ജനകീയ നേതാവിന് ഈ കേരളത്തിന് നൽകാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു കുടുംബം നൽകുന്ന ഒരു സന്ദേശം, നമ്മുടെ ഇന്റർവ്യൂലൊക്കെ പ്രത്യാശയുടെ ഒരു സന്ദേശമാണ്, ഒരു ക്ഷമയുടെ ഒരു സന്ദേശമാണ്, ഒരു സഹനങ്ങൾ എങ്ങനെ ദൈവകൃപകളാക്കി മാറ്റാമെന്നുള്ള വലിയൊരു സന്ദേശം തന്നെയാണ് ഈ ക്രിസ്മസ് കാലയളവിൽ മേഡാണെങ്കിലും അറിയാണെങ്കിലും മോനാണെങ്കിലും പങ്കുവച്ചത്. തീർച്ചയായും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും ഈ പ്രതിസന്ധികളുടെ മധ്യയും ദൈവം കൈവിടാതെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.